ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൈവശം ഉള്ള ഒരു വാഹനം അത് തീർത്തും ഉപയോഗശൂന്യമായി, നിങ്ങൾക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇനി അത് ടാക്സ് അടച്ച് അല്ലെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് അത് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ ഒരെണ്ണം വാങ്ങുകയാണ്. ഇങ്ങനെയുള്ള രീതിയിലേക്കെല്ലാം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത്, ഇതേതെങ്കിലും ഒരു ആക്രിക്കാരന്, ഈ സ്ക്രാപ്പ് ഡീലർക്ക് ഇത് ചുമ്മാ അങ്ങ് കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഏതെങ്കിലും ഇരുമ്പ് വിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കുമോ? അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ വഴി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പൊളിച്ച് RC ക്യാൻസൽ ചെയ്യേണ്ട വാഹനത്തിൻ്റെ RC കൈവശമില്ലെങ്കിൽ, RTO ഓഫീസിൽ അറിയിക്കാതെ ഈ വാഹനം പൊളിച്ചു പോയെന്നുണ്ടെങ്കിൽ, വാഹന ഉടമ ഇല്ലാതെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുമോ? പൊളിക്കുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ മറ്റൊരു വാഹനത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ കൈവശം ഒരു വാഹനമുണ്ട്, അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ അത് രജിസ്റ്റേർഡ് ആണ്, അതിനെക്കുറിച്ചുള്ള എല്ലാ ടാക്സ് വിവരങ്ങളും എല്ലാം ഉണ്ട് എന്നിരിക്കെ നിങ്ങൾ ആ വാഹനം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാതെ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ക്രാപ്പ് ഡീലർക്ക് നൽകി കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാതെ ഈ വാഹനം നിങ്ങൾ ഇരുമ്പ് വിലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയൊരു കെണിയിൽ പെടും എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഒരു വാഹനം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല, വെറുതെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ വാഹനം ഉപയോഗിച്ച് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾ തൂങ്ങേണ്ടി വരും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്ക് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആക്രിക്കാരന്, ഒരു സ്ക്രാപ്പ് ഡീലർക്ക് ഈ വാഹനം നൽകിയെന്നിരിക്കട്ടെ, അത് വാഹനം ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ലാഭത്തിന് കിട്ടുമ്പോൾ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കോ ആർക്കെങ്കിലും ഈ വാഹനം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടാൽ ആരെങ്കിലും ആ വാഹനം ഇടിച്ച് ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ പരിക്ക് പറ്റുകയോ ചെയ്താൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇതിന്റെ ഉടമസ്ഥന് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വാഹനം അത് പൊളിക്കുന്നതിന് മുമ്പ് RTO ഓഫീസിൽ അറിയിച്ചിരിക്കണം. പലരും ഇത് അറിയാതെ തന്നെ ഇത് പൊളിച്ചു പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം കാണാതെ പോയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇവിടെ പലപ്പോഴും കാണുന്നത്, ഈ വാഹനത്തിന്റെ ടാക്സ് തീരും, അതിന്റെ ഇൻഷുറൻസ് തീരും, അതിന്റെ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി തീരും. അപ്പോൾ കുറെ നാള് ഇത് ഉപയോഗിക്കാതെ കിടക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും ഈ പറയുന്ന സ്ക്രാപ്പ് ഡീലറോ ആക്രിക്കാരനോ വന്നു കഴിയുമ്പോൾ ഇയാൾ വിചാരിക്കും, എന്തിനാണ് ഇവിടെ ഇത് നമ്മുടെ സ്ഥലം മെനക്കെടുത്തി കിടക്കുന്നത്, ഇത് അയാൾക്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം എന്നുള്ളതാണ് പലരും ധരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വാഹനത്തിന്റെ ടാക്സ് തീരുന്നതിന് മുമ്പ്, അതിന്റെ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വാഹനം അത് സ്ക്രാപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ RC ക്യാൻസലേഷൻ നടപടികൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്നാണോ ഈ വാഹനം സ്ക്രാപ്പ് ചെയ്യുന്നത് അന്ന് വരെയുള്ള ടാക്സ്, അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൗണ്ടിങ് ഫീ 3000 രൂപ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അടയ്ക്കണം. ഇൻഷുറൻസ് എടുക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം, അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ 3000 രൂപ കോമ്പൗണ്ടിങ് ഫീ അടയ്ക്കണം. റോഡ് ടാക്സ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്നാണോ ഇത് പൊളിക്കാനായിട്ട് തീരുമാനിച്ച് നമ്മൾ RTO ഓഫീസിലേക്ക് കത്ത് നൽകുന്നത് അന്ന് വരെയുള്ള ടാക്സ്, അല്ലെങ്കിൽ ഇത് പൊളിക്കുന്ന ആ ദിവസം വരെയുള്ള ടാക്സ് നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കൈവശമില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് RCക്കുള്ള ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ RC ക്യാൻസലേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. വാഹന ഉടമ സ്ഥലത്തില്ലെങ്കിലോ അല്ലെങ്കിൽ വാഹന ഉടമ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ RTOയുടെ ഒരു പ്രത്യേക അനുമതിക്കായിട്ട് അനന്തരാവകാശിയോ അല്ലെങ്കിൽ ഉടമ രേഖാമൂലം നിയോഗിക്കുന്ന ഒരു വ്യക്തിയോ അപേക്ഷ നൽകണം. RTOയുടെ അനുമതി ഇല്ലാതെ വാഹനം പൊളിച്ചു പോയെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ ഒരു നോട്ടറൈസ്ഡ് അഫിഡാവിറ്റ്, ഒരു സത്യവാങ്മൂലം RTO മുൻപാകെ സമർപ്പിച്ച് അപേക്ഷ നൽകിയാൽ മതി. ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റോ പുകമലിനീകരണ സർട്ടിഫിക്കറ്റോ PUCCയോ പുതുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഇത് പൊളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കേണ്ടത്, അതിന്റെ RC ക്യാൻസൽഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ സൈറ്റിലേക്ക് ഇത് വരണം. അല്ലെങ്കിൽ നിങ്ങൾ പൊളിക്കാതെ ഇത് വീട്ടിൽ ഇട്ടുകൊണ്ടിരുന്നാൽ, ഒരിക്കലും ഉപയോഗിക്കാതെ വീട്ടിൽ ഇട്ടുകൊണ്ടിരുന്നാലും ഇതിന് റോഡ് നികുതി എല്ലായ്പ്പോഴും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലും ഈ വാഹനം
അങ്ങനെ നിങ്ങൾക്ക് പൊളിക്കണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ RTO ഓഫീസിനെ സമീപിച്ച് അത് എഴുതി കൊടുക്കുക. ഇത് പൊളിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്, ഇതിന്റെ RC ക്യാൻസലേഷൻ നടത്തണം എന്ന് എഴുതി കൊടുത്താൽ അത് അന്വേഷിച്ച് ഈ വാഹനത്തിന്റെ കണ്ടീഷൻ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ RTO ചുമതലപ്പെടുത്തും. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഈ വാഹനം പരിശോധിച്ചു, അത് പൂർണ്ണമായും അത് ഡിസ്മാൻഡിൽ ചെയ്തു, അത് പൊളിച്ചു. അതിനുശേഷം അതിന്റെ എഞ്ചിൻ നമ്പറിന്റെ ഭാഗം അത് കൊത്തിക്കളയും. കൂടാതെ ചേസിസ് നമ്പറും അത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇനി ഇങ്ങനെ ഒരു വാഹനം നിലവിലില്ല എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് നൽകുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു വാഹനം ഞാൻ RC ക്യാൻസലേഷൻ നടത്തി, ഇനി എനിക്ക് അത് വീണ്ടും റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ? RC ക്യാൻസലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും ആ വാഹനം ഇല്ല എന്നുള്ള അത് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും RC ക്യാൻസലേഷൻ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു വാഹനം അത് RC ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന്റെ നമ്പറും നിങ്ങൾക്ക് മറ്റൊരു വാഹനത്തിന് നൽകാനായിട്ട് സാധിക്കില്ല. പലരും ചോദിക്കുന്നതാണ്, നമുക്കൊരു പഴയ വാഹനമുണ്ട്, നല്ലൊരു നമ്പറുമാണ്, അതെനിക്ക് എന്റെ പുതിയ വാഹനത്തിലേക്ക് സെയിം നമ്പർ ഉപയോഗിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഈ രജിസ്ട്രേഷൻ നമ്പറിന്റെ സംവിധാനം അനുസരിച്ച് ഒരിക്കലും ഒരാളുടെ ഒരു നമ്പർ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, RC ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ നമ്പറേ ഇല്ലാതാകും എന്നല്ലാതെ അത് നമുക്ക് ഒരിക്കലും മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇക്കാര്യത്തെക്കുറിച്ച് മറ്റൊരു സംശയം, ഇപ്പൊ വാഹനം കിടക്കുന്നത് ചിലപ്പോൾ തിരുവനന്തപുരത്തെ RTO ഓഫീസിന്റെ പരിധിയിലായിരിക്കാം. ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ വാഹനം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് കാസർഗോഡാണെന്നിരിക്കട്ടെ. അപ്പോ ഈ കേരളത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ ആയിട്ട് കിടക്കുന്ന ഈ സംവിധാനം ഇതെങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കാറാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ആണെങ്കിലോ ഓടിക്കാൻ തീരെ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് ഇത് പൊളിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ RC ക്യാൻസലേഷന് പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രിംഗ് അതോറിറ്റിയിൽ ഈ അപേക്ഷ നൽകുക. രജിസ്ട്രിംഗ് അതോറിറ്റി ഈ വാഹനം എവിടെയാണുള്ളത് ആ രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് ഒരു കത്ത് നൽകുകയും അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ഇതിന്റെ റിപ്പോർട്ട് നൽകിയാലും ഈ ഡിസ്മാൻഡലിംഗ് അല്ലെങ്കിൽ ഈ RC ക്യാൻസലേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാഹനം എവിടെ കിടക്കുന്നോ അവിടെ തന്നെ ഇട്ടുകൊണ്ടും നമുക്ക് ഇതിന്റെ ഈ ഡിസ്മാൻഡലിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊരു ഓൺലൈൻ പ്രോസസ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ പ്രോസസ്സ് ചെയ്ത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പരിവഹൻ സൈറ്റിൽ RC ക്യാൻസൽഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് ഇത് മാറും. എന്നാൽ മാത്രമേ ഈ പ്രോസസ്സ് പൂർത്തിയായി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ.